സാജിദ് അജ്മൽ കൂടി ചേരുന്നുണ്ട്. സാജിദ്, പ്രധാനമായും KCയുടെ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം തന്നെയാണ്. ഇതിനെ ഒരു കൈക്കൂലി എന്നൊക്കെ പറയുമ്പോൾ അത് സാധാരണ ജനങ്ങളിലേക്ക് ഏത് രീതിയിൽ എത്തും എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടിയിരുന്നു. ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? അത് കൈവിട്ടു പോയതാണോ, അതല്ലെങ്കിൽ ബോധപൂർവമായ ഒരു പ്രസ്താവനയായി തന്നെ കാണേണ്ടതുണ്ടോ? ഈ KCയുടെ പ്രസ്താവന ബോധപൂർവം തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ കൈവിട്ട് പോയതല്ല, അത് വളച്ചൊടിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് UDF നേതാക്കൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വരെ ബോധപൂർവം ഈ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാതെ കുടിശ്ശികയാക്കി വെക്കുകയും ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപായി ഈ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അങ്ങനെ സംഭവിച്ചു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് അങ്ങനെ സംഭവിച്ചു, ഇപ്പോൾ വീണ്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഇതേ സമാനമായ രീതിയിലാണ് ചെയ്യുന്നത്. അത് KC പറഞ്ഞ് അദ്ദേഹത്തിന് കൈവിട്ട് പോയതാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും, ഇന്ന് പ്രതിപക്ഷ നേതാവാണെങ്കിലും VT ബൽറാം ആണെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാക്കളെല്ലാം തന്നെ ഇത് ക്ഷേമ പെൻഷൻ എന്ന ഈ പൊതുജനങ്ങളുടെ പാവപ്പെട്ടവരുടെ അവകാശത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി CPM ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കൂടാതെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, അവരിലേക്ക് കൂടി ഈ ആശയം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രസ്താവനകളാണ് വരുന്നത്. മറ്റൊന്ന് UDF ആയുധമാക്കുന്നത് ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പഴയ പ്രസ്താവനകൾ തന്നെയാണ്. അതിന്ന് പ്രതിപക്ഷ നേതാവ് എണ്ണി പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. അത് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന, നേരത്തെ VS അച്യുതാനന്ദൻ നടത്തിയ പ്രസ്താവന, അതോടൊപ്പം തന്നെ A വിജയരാഘവൻ നടത്തിയ പ്രസ്താവന തുടങ്ങി മലപ്പുറത്തെയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ പ്രസ്താവനകൾ, CPM നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ എടുത്തെടുത്ത് പറയുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് പ്രത്യേകം വീഡിയോകളാക്കി UDF നേതൃത്വവും അതോടൊപ്പം തന്നെ UDFന്റെ സൈബർ പോരാളികളും പ്രചരിപ്പിക്കുന്നു. ഈ രീതിയിൽ മലപ്പുറത്തെ അപരവൽക്കരിക്കാനുള്ള CPM ശ്രമമാണ് നടക്കുന്നത് എന്ന രീതിയിലുള്ള പ്രചരണം എന്തായാലും UDF നേതൃത്വം കൊണ്ടുപിടിച്ച് അത് ആയുധമാക്കി പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഓരോ കവലകളിലും ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ വാഹന പ്രചരണ ജാഥ എത്തുമ്പോൾ അവിടെ പ്രസംഗിക്കുന്ന ജനപ്രതിനിധികളും നേതാക്കളും ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന് +1 പ്രതിസന്ധിയാണ്. +1 പ്രതിസന്ധി എന്നുള്ളത് അത് നിലമ്പൂരും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ 16 നിയോജക മണ്ഡലത്തിലും മിക്കവാറും എല്ലാ വീട്ടിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം കൂടി തെരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രി ഏത് രീതിയിൽ ന്യായീകരിച്ചാലും അതങ്ങനെയല്ല അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് ഓരോ ആളുകൾക്കും അറിയുന്നതാണ്. കഴിഞ്ഞ തവണ ഒരുപാട് പറഞ്ഞ് ഏറ്റവും അവസാനമാണ് ഈ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതും ഈ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുകയും മറ്റും ചെയ്തത്. ഇത്തവണ ഒരു പക്ഷേ അത് നേരത്തെ ആവാൻ ഉള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിലമ്പൂരിലെയും വഴിക്കടയിലെയും എടക്കരയിലെയും എല്ലാം സ്കൂളുകൾക്ക് പുതിയ ബാച്ചുകൾ കിട്ടാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണണം. കാരണം വരും ദിവസങ്ങളിൽ ഇത് സജീവ ചർച്ചയാക്കുകയാണെങ്കിൽ അത് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കാൻ സർക്കാർ നിർബന്ധിതമാകും. അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുകയും നിലമ്പൂർ മേഖലയിൽ അതിൻ്റെ എണ്ണം കൂടുതലായി കിട്ടാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് ഈ വിദ്യാർത്ഥി സംഘടനകൾ കൂടി അവരുടെ സമരം നിലമ്പൂരിലേക്ക് ആക്കുകയാണെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കുറച്ച് സമയമെങ്കിലും ഈ പ്രധാന പാത ഊട്ടിയിലേക്കും മൈസൂരിലേക്കും പോകുന്ന പ്രധാന പാത ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തി. അടുത്ത ദിവസങ്ങളിൽ ഒരുപക്ഷെ MSFും KSUവും ഒക്കെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഈ വിദ്യാഭ്യാസ സമരങ്ങൾ സംഘടിപ്പിക്കും. ഈ +2 സീറ്റിനെ പോലെ തന്നെ ഈ നിലമ്പൂർ ഗവൺമെൻറ് കോളേജ് വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും താൽക്കാലിക കെട്ടിടത്തിൽ ഒരു പാരൽ കോളേജിന് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചു കൊണ്ടുള്ള പ്രചരണമാണ് നീങ്ങുന്നത്. ഇത് ഇന്നത്തെ വിഷയം ഈ മലപ്പുറവും KCയുടെ പ്രസ്താവനയും +1 സീറ്റുമാണെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു വിഷയമാകാനുള്ള സാധ്യതയുമുണ്ട്. ഉപതെരഞ്ഞെടുപ്പാണ്, പല വിഷയങ്ങൾ വരും, പല നേതാക്കൾ പലതരത്തിലുള്ള ഈ പ്രസംഗങ്ങൾ നടത്തും. അതെല്ലാം തന്നെ ഈ മറുവിഭാഗത്തിന് പ്രചരണായുധമായി മാറുമെന്നതിൽ സംശയമില്ല. അമൃത, സാജിദ് സൂചിപ്പിച്ചതുപോലെ അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സീറ്റ് വർധനയുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില നല്ല വിഷയങ്ങൾ കൂടി അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ കൂടി പ്രതീക്ഷിക്കാമല്ലേ?
തീർച്ചയായും ഇത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണെങ്കിൽ +1 സീറ്റ് പ്രതിസന്ധി എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണെങ്കിൽ അത് സർക്കാരിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മലപ്പുറത്ത് സീറ്റ് അധികമാണ്, കഴിഞ്ഞ വർഷം തന്നെ അധികമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം, അങ്ങനെ അധികമാണെങ്കിൽ പിന്നീട് എന്തിനാണ് വീണ്ടും കൂടുതൽ സീറ്റുകൾ സർക്കാർ വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ്. സർക്കാർ പറയുന്ന കണക്കും യഥാർത്ഥ വസ്തുതയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കണക്കല്ല ശരിയെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം കണ്ടേ മതിയാകൂ. അതിന് ഈ കഴിഞ്ഞ തവണ അനുവദിച്ച താൽക്കാലിക ബാച്ചുകൾ തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും പ്രതിസന്ധി തുടരും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ലഭിക്കുന്നില്ല. ഒരു കുട്ടിക്ക് ഡോക്ടറോ എഞ്ചിനീയറോ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പഠിച്ചത് കൊണ്ട് ആ ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി പിന്നീട് ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ പണം കൊടുത്ത് പഠിക്കേണ്ടി വരും. ഇത്തരമൊരു ദുരവസ്ഥയാണ് ഉള്ളത്. പിന്നെ പല കുട്ടികൾക്കും ഈ +1 10ാം ക്ലാസ് കഴിഞ്ഞ് വലിയ ദൂരം യാത്ര ചെയ്ത് വേണം ഈ ഇഷ്ട കോഴ്സും പഠിക്കാൻ. അങ്ങനെ ഇഷ്ട സ്കൂളോ കോഴ്സോ ലഭിക്കാത്ത വലിയൊരു പ്രതിസന്ധി ഉണ്ട്. അതിന് പരിഹാരം കണ്ടേ മതിയാകൂ. അത് വലിയ തോതിൽ ഈ ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട തന്നെ തീരുമാനിക്കുന്ന തരത്തിലേക്ക് പോകും. അതിനൊരു പരിഹാരം കാണാൻ സർക്കാർ നിർബന്ധിതമാകും എന്നതിൽ സംശയമില്ല. അതെ, അൻവർ എന്ന വ്യക്തിയെ കവിഞ്ഞ് കൂടുതൽ രാഷ്ട്രീയപരമായി തന്നെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയാണ് ഇരു മുന്നണികളും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ഈ മലപ്പുറം പരാമർശം തന്നെയാണ്. അതിനെ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അതിനെ എത്രത്തോളം പ്രചാരണ ആയുധമാക്കാൻ UDF നിലവിൽ ശ്രമിക്കുന്നുണ്ട് സാജിദ്? UDFിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണായുധം എന്നുള്ളത് മലപ്പുറം വിഷയം തന്നെയാണ്. മലപ്പുറത്തിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന, അത് ഈ വഞ്ചന എന്നുള്ള കാര്യം മുഖ്യമന്ത്രി അൻവറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് വഞ്ചകൻ എന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും KC വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. ദ ഹിന്ദു ദിനപത്രത്തിന് ഡൽഹിയിൽ പോയി ഒരു അഭിമുഖം നൽകുകയും കേരളത്തിൽപ്പെട്ട അദ്ദേഹത്തിന് കീഴിലുള്ള ഒരു ജില്ല മൊത്തം ഈ കൊള്ളക്കടത്തിന്റെയും കള്ളക്കടത്തിന്റെയും ജില്ലയാണ് എന്ന രീതിയിൽ പ്രസ്താവന നടത്തി. ഇത് മലപ്പുറത്തോട് ചെയ്ത ചതിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. ഇന്ന് അത് കുറച്ചുകൂടി കടത്തി പ്രതിപക്ഷ നേതാവ് മറ്റ് നേതാക്കൾ കൂടി, നേരത്തെ മന്ത്രിമാരായിരുന്ന വ്യക്തികൾ നടത്തിയ പ്രസ്താവന, VS അച്യുതാനന്ദൻ നടത്തിയ പ്രസ്താവന, അതോടൊപ്പം തന്നെ A വിജയരാഘവൻ നടത്തിയ പ്രസ്താവന, മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ പ്രസ്താവന, ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ഇതിന് LDF പ്രതിരോധം തീർക്കുന്നത് ഇന്ന് M സ്വരാജ് രാവിലെ മീഡിയ വണ്ണോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഈ മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് അന്ന് സമരം നടത്തിയതിനെ കുറിച്ച് ഓർക്കണം. വഴിക്കടവ് മുതൽ പൊന്നാനി വരെ അന്ന് ഒരു പദയാത്ര നടന്നിരുന്നു. അത് ആര്യാടൻ മുഹമ്മദിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ അതിന് മറുപടി, അങ്ങനെ ആര്യാടൻ മുഹമ്മദിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ M സ്വരാജ് പ്രസ്താവന നടത്തിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ VT ബൽറാം പറയുന്നത്, അങ്ങനെ ആ പ്രസ്താവന നടത്തിയതിന് ശേഷമാണല്ലോ ആര്യാടൻ മുഹമ്മദിനെ ഇടതുപക്ഷം തന്നെ മന്ത്രിയാക്കുന്നത്. മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ, മലപ്പുറം ജില്ലയ്ക്കെതിരെ സമരം നടത്തിയ ആര്യാടൻ മുഹമ്മദിനെ എന്തുകൊണ്ടാണ് ഈ മന്ത്രിയാക്കി ഇടതുപക്ഷം തന്നെ വാഴിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്താണ് ഇന്ന് സ്ഥാനാർത്ഥി. അദ്ദേഹത്തോട് ഈ വിഷയം ചോദിക്കുമ്പോൾ മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് പഴയ കാര്യങ്ങൾ പറയുകയും ഇന്നത്തെ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഭയപ്പെട്ടതുകൊണ്ട് ഈ പഴയ കാര്യങ്ങൾ ചർച്ചയാക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മലപ്പുറം പരാമർശം എന്നുള്ളത് ഓരോ കവലകളിലും പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ചർച്ചകളെല്ലാം തന്നെ സജീവമായി ഈ വിഷയം UDF ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്നതിൽ സംശയമില്ല. അത് വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത.